സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചാപ്റ്റർ 4 പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റാസ് 3 രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ടെക്സ്ച്വൽ പ്രസന്റേഷനും ടാബുലർ പ്രസന്റേഷനും അതുപോലെ തന്നെ ഡയഗ്രാമാറ്റിക് പ്രസന്റേഷനും. ടാബുലർ പ്രസന്റേഷനകത്തെ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടേബിൾസിന്റെ പാർട്സ്. പോയിന്റ് ഔട്ട് ദ മേജർ പാർട്സ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് 8 പാർട്സ് ആണുള്ളത്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ടേബിൾ നമ്പർ. ഒരു ടേബിളിന് ഒരു നമ്പർ ഉണ്ട്, അതാണ് ടേബിൾ നമ്പർ അല്ലെ. 1.4 2.4 അങ്ങനെ ടേബിൾ നമ്പേഴ്സ് ഉണ്ട്. ടൈറ്റിൽ, എല്ലാ ടേബിളിനും ടൈറ്റിൽ ഉണ്ട്. റോസ് ആൻഡ് കോളം ചേർന്നതാണ് ഒരു ടേബിൾ. റോസ് എന്നോ അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്നോ വിളിക്കും, കോളംസ് എന്നോ ക്യാപ്ഷൻസ് എന്നോ വിളിക്കും. പിന്നെ ടേബിളിലെ കണ്ടന്റിനെ എന്ത് വിളിക്കുന്നു? ബോഡി ഓഫ് ടേബിൾ എന്ന് വിളിക്കുന്നു. പിന്നെ മെഷർമെന്റ് ഉണ്ടായിരിക്കും അല്ലെ, സെന്റിമീറ്റർ ആയിക്കോട്ടെ, റുപ്പീസ് ആയിക്കോട്ടെ, കിലോഗ്രാംസ് ആയിക്കോട്ടെ, അങ്ങനെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉണ്ട്, ഫുട് നോട്ട് ഉണ്ട്, സോഴ്സ് നോട്ട് ഉണ്ട്. ഈ 8 എണ്ണമാണ് ഒരു ടേബിളിന്റെ മേജർ പാർട്സ്. അപ്പൊ 8 പാർട്സ് ഉണ്ട്. 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുകൂടെ നോക്കാം. ടേബിൾ നമ്പർ, ടൈറ്റിൽസ്, റോസ് ഓർ സ്റ്റെപ്സ്, കോളം ഓർ ക്യാപ്ഷൻ, ബോഡി ഓഫ് ടേബിൾ, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, സോഴ്സ് നോട്ട്, ഫുഡ് നോട്ട്. അപ്പൊ സെറ്റ് അല്ലേ? 8 പാർട്സും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക.